റേഡിയോ ലൈബ്രറി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. കുറച്ച് കവിതകളായാലും ഇന്നത്തെ ദിവസം, കുറച്ചല്ല 54 കവിതകളുടെ സമാഹാരം അടങ്ങിയിട്ടുള്ളൊരു പുസ്തകമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകം ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് MT നിലമ്പൂരാണ്. പ്രവാസ ലോകത്തെ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമാണ്. സ്വാഗതം ചെയ്യാം റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക്. MT നിലമ്പൂർ, സ്വാഗതം. സ്വാഗതം രതീഷ്. അങ്ങനെ നമ്മളിന്ന് കുറച്ച് കവിതകൾ കേൾക്കാൻ പോവുകയാണ്. അത് പ്രവാസിയായിട്ടുള്ള എഴുത്തുകാരൻ തന്നെ എഴുതിയിട്ടുള്ള കുറച്ചധികം കവിതകളാണ്. കവിതകൾ മാത്രമല്ല, അതിൽ കുറച്ച് ഗാനങ്ങൾ കൂടിയുണ്ട്. അബ്ദുൽ അസീസ് മഞ്ഞയിൽ. ഇദ്ദേഹം കവിത ഇപ്പം എല്ലാവരും എഴുതുന്നുണ്ട്. ഭാഷ അറിയുന്നവർക്കൊക്കെ എഴുതാം. മുമ്പത്തെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയകളൊക്കെ സജീവമാണ്. ആർക്കും എന്തും എഴുതാം. അതെ, എല്ലാവർക്കും വൈകാരികമായ ഫീലിങ്സും ഉണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള സോഴ്സും ഉണ്ട്. പ്രസിദ്ധീകരിക്കാനുള്ള കുറെ കൂടെ എഴുത്തുകാരൻ സമ്പന്നനുമാണ്. അതല്ല ഇവിടെ വിഷയം. പക്ഷെ ഒരു പ്രവാസി എഴുതുമ്പോൾ അതിനൊരുപാട് അർത്ഥാന്തരങ്ങളുണ്ട്. പ്രവാസം എന്ന വാക്കെന്നെ ഭാഷയിൽ കൂടുതൽ നാം ഉപയോഗിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പ്രവാസത്തിൻ്റെ അർത്ഥം ഒരു മനുഷ്യവൽക്കരണമാണ്. എപ്പോഴും പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഒരു മനസ്സിനുടമ എന്നാണ് നമ്മൾ പ്രവാസിയെ കുറിച്ച് ഒറ്റവാക്കിൽ പറയേണ്ടത്. അങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ജീവിതത്തിൻ്റെ ചില അനുരണനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. മനുഷ്യൻ എവിടെ പീഡിപ്പിക്കപ്പെടുമ്പോഴും NV കൃഷ്ണവാര്യരുടെ ഒരു വരികളുണ്ട്. ആ കവിത എനിക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിൽ ആശയം ഇതാണ്: ലോകത്തിലെവിടെയും മനുഷ്യൻ്റെ പുറത്ത് വീഴുന്ന ചാട്ടവാറടികൾ എൻ്റെ ഉള്ളം എൻ്റെ മേലാണെന്ന് അനുഭവിക്കുന്ന ഒരു മാനുഷികതയുണ്ടല്ലോ. അത് കവിതയിൽ നമ്മളെ മലയാള കവിതയുടെ ആചാര്യന്മാർ ഉയർത്തിയ ഒരു മാനുഷിക തലം ഇന്ന് ഏറ്റുപറയുന്നത് പ്രവാസി സമൂഹമാണ്. നാട്ടിൽ അതിന് പല വ്യത്യസ്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യനെ മറന്നുകൊണ്ട് ഒരു കലാസൃഷ്ടിയും ഒരു സാഹിത്യ സൃഷ്ടിയും ഇല്ല എന്നത് പൊതു സത്യം നാം അംഗീകരിക്കുന്നതോടെ അത് പ്രകടമായി ഏറ്റെടുത്തത് ഒരു പ്രവാസി സമൂഹമാണ്. അതുകൊണ്ടാണ് അസീസ് മഞ്ഞയിൽ പ്രസക്തനാവുന്നത്. കവിത എഴുതിയ അസീസ് അല്ല, കവിത എഴുതുന്ന പ്രവാസിയായ അസീസ് മഞ്ഞയിലാണ് നമ്മൾ റേഡിയോയ്ക്ക് മുമ്പിലും നമ്മുടെ ശ്രോതാക്കളെയും നാം പരിചയപ്പെടുത്താൻ നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അസീസ് മഞ്ഞയിലിനെ ഞാൻ പ്രവാസി എന്ന രീതിയിൽ ഒരു സവിശേഷത ഉള്ളപ്പോൾ തന്നെ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യ മാതൃബിംബം. അദ്ദേഹത്തിൻ്റെ കവിതയിലൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും മാതൃത്വത്തെ പ്രകീർത്തനമുണ്ട്. ഒരർത്ഥത്തിൽ മലയാളത്തിൻ്റെ കാവ്യ പൈതൃകം തന്നെ അമ്മയെക്കുറിച്ച് പാടാത്തൊരു കവിയുമില്ല എന്നതാണ് സത്യം. മാത്രമല്ല, ദൈവം മനുഷ്യർക്കായി പകുത്തു നൽകിയത് ഏറ്റവും മനോഹരമായ വേഷവുമാണ് അമ്മയുടേത്. അമ്മ തന്നെയാണ് സർവസ്വവും. അപ്പോൾ അത് അസീസ് മഞ്ഞയിൽ അമ്മയെക്കുറിച്ചുള്ളൊരു ഗാനം തന്നെ ഇതിലുണ്ട്. സച്ചിദാനന്ദ മാഷിക്കൊക്കെ വളരെ ആകർഷിച്ചതാണ്. പക്ഷേ ഇയാളൊരു പ്രത്യേകത, അമ്മ മരിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം അമ്മയെ കാണുന്നു. അമ്മയുടെ മാതൃബിംബം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നു. മണിക്കൂറുകളോളം അമ്മയുമായി ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ അമ്മയുമായി ഇടപെട്ടോ അത് മരിച്ചിട്ടും ആ അമ്മയുടെ സ്നേഹബിംബത്തിന് മുമ്പിൽ അദ്ദേഹം ഒരു താപസനെ പോലെ ഇരിക്കുകയും സംവദിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ കവിതയുടെ ഒരു സവിശേഷത. ഇതിൽ നമുക്കൊക്കെ ഓർക്കാറുണ്ടെങ്കിൽ, അമ്മയെ ഓർക്കാറുണ്ടെങ്കിലും ഇത്രയും ക്ലിയർ ഒരു സ്ക്രീനിലെ പിക്ചറിലൂടെ അദ്ദേഹം അമ്മയെ കാണുന്നു എന്നതാണ് ഇതിൻ്റെ വലിയൊരു സവിശേഷത അദ്ദേഹത്തിൻ്റെ കവിതകളുടെയൊക്കെ. അപ്പോൾ ഇത് അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സിനിമയുടെ ഒരു മുഹൂർത്തം കൂടി ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. കാരണം അത് ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം പ്രവാസം നമ്മൾ പറഞ്ഞു. അപ്പോൾ മലയാള പ്രവാസത്തിൻ്റെ 150 വർഷത്തോളം പാരമ്പര്യമുള്ള തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. ഗുരുവായൂരും പാവറട്ടിയും ചാവക്കാടും ഒക്കെ ചേരുന്ന പരിസരമുണ്ട്. മലയാളത്തിൻ്റെ പ്രവാസം തുടങ്ങുന്ന അവിടെ നിന്നാണ്, ആ കടലോര ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് അമ്മയുടെ ഈ സ്നേഹബിംബം ഒന്നുകൂടി മലയാള ചലച്ചിത്രത്തിൽ വന്നത്. PT കുഞ്ഞുമ്പിൻ്റെ ഗർഷോം എന്ന സിനിമയാണ്. ഇത് പ്രവാസത്തിൻ്റെ ഒരു വല്ലാത്ത ആത്മാംശമുട്ടുന്ന ഒരു സിനിമയായിരുന്നത്. സത്യത്തിൽ ആ സിനിമയും അഗ്നിസാക്ഷിയും ഒരേ സമയത്ത് റിലീസായതുകൊണ്ട് ഒരു മാത്സര്യം തന്നെ വന്നു സംവേദനത്തിൽ. ഏതിനു കൊടുക്കുന്നില്ല. രണ്ടും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന 2 സിനിമകളായിരുന്നു. ശ്യാമപ്രസാദിൻ്റെ അഗ്നിസാക്ഷിയും PT കുഞ്ഞുമ്പിൻ്റെ ഇതിലും. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് പോയതാണ്. രണ്ടിലും മനുഷ്യവേദനകളും മനുഷ്യൻ ആണ് അവിടുത്തെ ഏറ്റവും വലിയ മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെ അതിൽ ഒരു അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. അത് നമ്മളെ ശ്രോതാക്കൾക്ക് വീണ്ടും ഓർക്കാൻ വർഷങ്ങളായെങ്കിൽ ഞാനത് പറയാൻ നിർബന്ധനാവുകയാണ്. അപ്പോഴാണ് ഈ കവിതയുടെ വിശദീകരണം പൂർണ്ണമാവുമെന്ന് തോന്നുന്നുണ്ട്. അതിൽ പാതിരാവിൽ ഒരമ്മ പ്രാർത്ഥിക്കുകയാണ്. നിറകൊണ്ട പാതിരാവിൽ പെരുമഴയിൽ കൈയുയർത്തി ഒരു കാച്ചിത്തുണിയും വെളുത്ത ഡ്രസ്സും കെടുത്ത മത്സരമേനോനാണ് ആ റോളിൽ. കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറയുന്നത് മകന് വേണ്ടിയല്ല. മകൻ പിറ്റേന്ന് പുലർച്ചെ മുരളിയാണ് ആ റോളിൽ. നാസറുദ്ദീൻ എന്തോ ആണ് കഥാപാത്രം. PTയുടെ തന്നെ ഒരു പ്രതിരൂപം അത് അതിലുണ്ട്. മകൻ യാത്രയാവാണ്. അമ്മ പ്രാർത്ഥിക്കുന്നത് ലോകത്തിലെ മുഴുവൻ മുസാഫറുകളായ എൻ്റെ മക്കളെ എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലെ ലോക ഭൂപടത്തിലേക്ക് തലമുറ ഒരു മഹാമനുഷ്യ സഞ്ചയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, വ്യക്തി എന്ന നിലയിൽ അമ്മ ഒരു വലിയ വികാരമായി വരികയാണ്. അമ്മ പറയുന്നല്ലോ, തമ്പുരാനെ, മുസാഫറുകളായ എൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ.
കാരണം ലോഞ്ചിലേക്കും എങ്ങനെയൊക്കെയോ പോവുകയാണ് ഈ മക്കൾ. ഇത്രയും യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ ഗ്രാമത്തിലെയും പിന്നെ ഗ്രാമത്തിലെ ആൺതരികൾ പടിയിറങ്ങാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അതാണ് ആ കാലഘട്ടത്തിൽ ഓരോ വീട്ടിലെയും ഓരോ പ്രവാസിയെയും ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥനകളായിരുന്നു, അച്ഛന്മാരുടെ അടക്കി വെച്ച നൊമ്പരവുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു പ്രവാസി പോകുന്നു വരുന്നു നമ്മൾ അറിയുന്നില്ല, സൗഹൃദങ്ങളിൽ മാത്രമേ ഉള്ളൂ. അന്ന് അങ്ങനെയല്ല. ഒരു ഗ്രാമം മുഴുവൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്ന് മടങ്ങി വരും, എങ്ങനെ പോകുന്നു എന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരൊരു ആമുഖം ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ഈ കവിതയുടെ ഒരു മാനുഷിക തലത്തിലേക്ക് കൂടി അത് സംവേദന തലം പ്രകാശിപ്പിക്കുമെന്നത് അർത്ഥത്തിലാണ് ഞാൻ ഈ അമ്മയെക്കുറിച്ചും ചാവക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും 150 വർഷത്തെ നീണ്ടുകിടക്കുന്ന പ്രവാസ കഥകളുള്ള ഒരു നാട്ടിൽ നിന്നാണ് അസീസ് മഞ്ഞയിലും വരുന്നത്, സ്വന്തം അമ്മയുടെ ഓർമ്മചിത്രവുമായി. കവിതാ പുസ്തകം അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ മറ്റൊരു ഗ്രന്ഥം അത് വായിച്ചിട്ട് നമുക്ക് മുഖാമുഖം നിന്ന് ചോദ്യങ്ങളും മറുപടികളും ഒക്കെ ആവുന്ന ഒരു സാധാരണ കീഴ്വഴക്കമുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായി ഈ കവിതയെ നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ഒരു ആത്മാന്വേഷണവും ആത്മവിമർശനമൊക്കെ ഇവിടെ സാധ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില കമൻറ്റ്സ് അതൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കലായിരിക്കും ഈ കവിതയോടും ചെയ്യുന്ന ഒരു നീതിപൂർവമായ ഇടപെടൽ എന്ന് തോന്നുന്നു. കാരണം ഈ കവിതകളോട് അന്തർദേശീയ മാനങ്ങളുണ്ട്. ഒരു മലയാളിയായ ഒരു ഗ്രാമീണൻ എഴുതുന്നതാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടകം വിശാലമാണ്. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ പ്രവാസത്തിൻ്റെ ഒരു സൽഗുണം കൂടിയാണത്. ലോകത്തിലെവിടെയും കണ്ണുനീര്, അനാഥൻ്റെ കണ്ണുനീരിൽ തപിച്ചു പോകുന്ന ഒരു മനസ്സ് സൂക്ഷിക്കുന്ന ഒരു ആളാണ് പ്രവാസി. അതും മധ്യകാല പ്രവാസി എന്ന് തന്നെ നമ്മളതിന് വിശേഷിക്കും. പ്രവാസം തന്നെ തലമുറയുടെ പ്രവാഹത്തിൽ പല ഗണങ്ങളായി. ലോഞ്ചിനെ കൊന്ന ആദിമ പ്രവാസിയും കുറെ കൂടി ഫ്ലൈറ്റിനും സൗകര്യത്തിലേക്ക് വരുന്ന മധ്യകാല പ്രവാസിയും ഏറ്റവും ലേറ്റസ്റ്റായി IT ജനവിഭാഗം വരുന്ന നവജാത പ്രവാസിയും. അപ്പോൾ ഈ മധ്യകാല പ്രവാസിയാണ് ഈ മരുഭൂമിക്ക് വൈകാരികതയും മരുഭൂമിക്ക് ഹരിതാപയും ഒക്കെ നൽകി മരുഭൂമിയെ സജീവമാക്കുന്നതിൽ ഒരു പങ്ക്. എപ്പോഴും മിഡിൽ ക്ലാസ് ആണ് എപ്പോഴും ഒരു സമൂഹത്തെ ചലിപ്പിക്കുന്നു എന്ന് പറഞ്ഞോത്തോനെ ഈ മധ്യവർഗ പ്രവാസി ആണ് മരുഭൂമിയെയും കുറെ കൂടി അതിൻ്റെ കണ്ണുനീരുണ്ടും വേദനകളുണ്ടും അത് വന്ധ്യയല്ലെന്നൊക്കെ തെളിയിച്ചത്. ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു ആളാണ് ഈ അസീസ് മഞ്ഞയിൽ. അപ്പോൾ ഈ മഞ്ഞുതുള്ളികൾ വെയിലുണരുമ്പോഴേക്കും അലിഞ്ഞു തീരുന്ന നിമിഷാർദ്ധ സ്ഫടിക സമാനമായ ഒരു വെണ്മയാണ് മഞ്ഞുതുള്ളികൾ നമുക്ക് പകരുന്നത്. പക്ഷെ ആ മഞ്ഞുതുള്ളിയിൽ ഒരു മഹാലോകം ഒളിപ്പിച്ചു വെക്കുന്നു, അതും പ്രതിബിംബങ്ങളായി. അതുകൊണ്ടായിരിക്കും അസീസ് മഞ്ഞയിൽ തന്റെ കാവ്യസംഹാരത്തിന് മഞ്ഞുതുള്ളികൾ എന്ന പേര് നൽകിയത്. മഞ്ഞുതുള്ളികൾക്ക് മാത്രമല്ല, കണ്ണുനീർ തുള്ളികൾക്കും പാടാനുള്ളത് മനുഷ്യന്റെ ആത്യന്തികമായ വേദനകളുടെ നിത്യനിതാന്ത ദുഃഖഗീതികളല്ലേ എന്ന ഒരു സമവാക്യം കൂടി ഈ കവിതയിലൂടെ രതീഷ് പറഞ്ഞ 54 കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. 7 ഗാനങ്ങളും 54 കവിതകളും അടങ്ങുന്ന 177 പേജുള്ള ഈ പുസ്തകം ആണെന്ന് നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ കവിതയിലേക്ക് തന്നെ കടന്നു വരാം. അത് തുടങ്ങുന്നത് മിഴിപൂട്ടുന്ന താരകങ്ങൾ എന്ന ആദ്യത്തെ കവിത. ഇത് ഒരു പ്രതിബദ്ധതയുടെയും ആത്മബദ്ധതയുടെയും അഗ്നിരോഷമാണ് ഈ കവിത സ്ഫുരിക്കുന്നത്. ഒരു സാറ്റലൈറ്റിക് സംഭാര സ്ഫോടനം കണ്ട് സഹിക്കാനാകാതെ ആകാശം മിഴിപൂട്ടുകയാണ്. ഇവിടെ സമകാലീന ലോകത്തിൽ മനുഷ്യനോട് ചെയ്യുന്ന ഒട്ടനവധി ക്രൂരതകൾ, ജനം പെരുകിയപ്പോൾ പരസ്പരം മനുഷ്യൻ ശത്രുവാകുന്ന, മിത്രം എന്നതിൽ നിന്ന് ശത്രുവാകുന്ന ഒരു നെറികേടിനെ കുറിച്ച് ഓർത്ത് കവി ഖിന്നനാവുകയാണ്. ഇവിടെ കവി വേദനിക്കുകയാണ്. മിഴിപൂട്ടുന്ന താരകങ്ങൾ ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരു കളിയോടം പോലുമില്ലാത്ത മണ്ണിൻ്റെ മക്കൾക്കെതിരെ അലയാഴികൾ കടന്നെത്തി പോർമുഖമൊരുക്കി ഒരുമ്പെട്ട സയണിശ ശക്തിദുർഗങ്ങൾ. ഇങ്ങനെയാണ് ആ കവിത നീണ്ടുപോകുന്നത്. കവിതയുടെ ഒരു മിഡിൽ പീസിൽ നമ്മൾക്ക് എത്തുമ്പോൾ പ്രാണൻ വെടിഞ്ഞാൽ തിരിച്ചറിയാൻ വിധം ഭൂമേനിയിൽ പേരുകുത്തി കുറിക്കുന്ന കുഞ്ഞു പോരാളികളുടെ ചുട്ടുപൊള്ളും കൈപ്പടകളിലെ നഗക്ഷതങ്ങൾ പോലും ധീരഗാഥകൾ പാടിത്തരും മഹാകാവ്യരചനകൾ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതരല്ലാത്ത ഒരു ഭൂമിയാണ്. പൂമ്പാറ്റകളൊക്കെ പോലെ പാറിപ്പറയ്ക്കേണ്ട കുഞ്ഞുങ്ങൾ പോലും അവരുടെ കയ്യിൽ ചാപ്പ കുത്തിക്കൊണ്ട് എപ്പോൾ കളിക്കളത്തിൽ നിന്നേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരും, അമ്മയുടെ വിളി കേൾക്കുമോ അല്ലെങ്കിൽ അമ്മ വിളിക്കാൻ ജീവിച്ചിരിക്കുമോ എന്നൊക്കെ ആദ്യ പോളുന്ന ഒരു കവിതയാണ്. ഇതിന് സമാനമായിട്ട് കൽപ്പറ്റ നാരായണൻ്റെ ഒരു കവിത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അമ്മയെ കുറിച്ചാണ്. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി എന്നാണ് പറയുന്നത്. പക്ഷേ ആ ആശ്വാസം ഇങ്ങനെയാണ്: ഇപ്പോൾ എനിക്ക് കിണറ്റിൽ കാല് താഴ്ത്തിയിട്ട് ഉറങ്ങാതെ പുസ്തകം വായിച്ചിരിക്കാം. അപ്പോൾ പിന്നിൽ നിന്നും കിതച്ചെത്തുന്ന ഒരു നിലവിളി, ഒരു വൃദ്ധ നിലവിളി എന്നെ അലോസരപ്പെടുത്തില്ല. കിണറ്റിൽ എപ്പോഴും കാല് വെച്ചിട്ട് വായിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് അമ്മയ്ക്ക് വലിയ ആദിയാവും. അതെപ്പോഴും കിണറ്റിലേക്ക് വീഴുമെന്ന്. ആ ആദിയില്ല. എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിളക്കണഞ്ഞ വീടാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മുടി ചീകി വെക്കാതെയും
ഭക്ഷണം കഴിക്കുക. അതിലൊക്കെ അമ്മയുടെ ഇടപെടലിൻ്റെ. അപ്പോൾ മാതൃഗീതത്തിൻ്റെ നമ്മൾ ഇന്ന് പറഞ്ഞൊക്കെ അമ്മയെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങളാണെങ്കിൽ ഈ കവിത കൂടി മലയാളത്തിൽ ഇറങ്ങിയ കൽപ്പറ്റയുടെ കവിത കൂടി സമാനമായി നമ്മൾ പറയാണ്. ഇവിടെയും അങ്ങനെയാണ് ഈ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ കവി ഒരു ആഗോള മനസ്സിനുടമയാകുകയാണ്. എവിടെയാണോ കുഞ്ഞുങ്ങൾ വേട്ടയാടപ്പെടുന്നത്, എവിടെയാണ് അമ്മയുടെ നിലവിളി ഉയരുന്നത്, അവിടെയൊക്കെ കവി ദൂരദേശത്തിരുന്ന് കവി ഹൃദയം നൊമ്പരപ്പെടുന്നു എന്നതാണ് അസീൽ മഞ്ഞിലിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത. അടുത്ത കവിതയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മനുഷ്യത്വത്തെക്കുറിച്ചാണ്. തെരുവിൽ ഹനിക്കപ്പെടുന്ന മനുഷ്യവേദനകളും മനുഷ്യജീവനെക്കുറിച്ചുമാണ് കവി ഇവിടെ ഖിന്നനായി പോകുന്നത്. ഇവിടെ മനുഷ്യൻ എന്നൊരു ചോദ്യം ഈ വിജനഭൂമികളിലൊക്കെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കടന്നു പോകുന്ന എല്ലാ ഭൂമിയിലും എവിടെ മനുഷ്യൻ? അത് പണ്ട് ഗ്രീസിലെ ഏതൻസ് തെരുവിൽ പട്ടാപ്പകൽ വിളക്ക് തെളിയിച്ച് മനുഷ്യനെ തേടി നടന്ന ഡയോജനീസിൽ നിന്നും ഈ പുതിയ കാലം അണിഞ്ഞ കിരാതവേഷം ഉപേക്ഷിക്കുന്നില്ല എന്ന ഭീതി മാത്രമാണ് ഈ മനുഷ്യ ഹത്യയിൽ നിന്നും മനുഷ്യഹാനിയിൽ നിന്നും നമുക്ക് ബോധ്യമാവുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് തിന്മയോട് രാജിയാകുന്നവർ. തിന്മയുടെ പ്രതീകങ്ങളോട് കലഹിച്ചു കൊണ്ടിരുന്ന ചരിത്രമാണ് നന്മയുടെ വാഹകരുടേത്. നമ്രൂദിനെ സംപ്രീതനാക്കാൻ അബ്രഹാം ശ്രമിച്ചിട്ടില്ല. ഫിറൗനിനെ അംഗീകരിക്കാൻ മോശയ്ക്ക് കഴിയുമായിരുന്നില്ല. പൗരോഹിത്യ പ്രമാണിമാരോട് രാജിയാകാൻ യേശു സന്നദ്ധനായിരുന്നില്ല. അബൂജഹലിൻ്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്ക് നേരെ ശബ്ദിക്കാതിരിക്കാൻ പ്രവാചക പ്രഭുവിന് സാധ്യമാകുമായിരുന്നില്ല. ഇതൊക്കെ മാനവരാശിയെ മനുഷ്യവൽക്കരണത്തിലേക്കും മനുഷ്യ സംസ്കൃതിയിലേക്കും ഭൂമിയിലെ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ അർപ്പിക്കപ്പെട്ടവരായിരുന്നു ഇവരൊക്കെ, ഈ അവധൂതരൊക്കെ. പ്രവാചകൻ മുഹമ്മദ് നബി ആയാലും യേശു ക്രിസ്തു ആയാലും ഇവരൊക്കെയും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കവിയുടെ ഒരു ഉൾക്കണ്ണ് തുറന്നിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ തിന്മയോട് രാജിയാകുന്നവർ എന്ന ഈ കവിത. മനുഷ്യ മനസ്സുകളിലെ ഒരിക്കലും രാജിയാകാൻ കഴിയാത്ത, അതായത് വെടിനിർത്താൻ പോലും ആവാത്ത മഹായുദ്ധമാണ് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം. നന്മയും തിന്മയും ദൈവകൽപിതമാണെന്ന ആദി സത്യം ഒടുവിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കവിത. ഭൂമിക്കേറെ പരിക്കേൽപ്പിച്ച മഹായുദ്ധങ്ങളൊക്കെയും മനുഷ്യ മനസ്സിൻ്റെ ഗൂഢരാശികളിൽ ഒളിപ്പിച്ച ഒരു ഉന്മാദാവസ്ഥയിൽ സംഭവിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് മുമ്പിൽ സത്യം വളരെ തുറന്ന പുസ്തകം പോലെ ഉണ്ടായിട്ടും നാം എന്തുകൊണ്ട് വഴിമാറി സഞ്ചരിക്കുന്നു, എന്തിനും അസത്യത്തെ പുണരുന്നു, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നു എന്ന ഒരു ചോദ്യമാണ് എല്ലാ കാലത്തും കവിയെയും മനുഷ്യ പ്രവർത്തകരെയും മാനുഷിക പ്രതീകങ്ങളായ മനീഷികളെയും ഒക്കെ ആശങ്കപ്പെടുത്തിയിരുന്നത്. ഈ ആശങ്ക തന്നെ കവിയും ആശങ്കപ്പെടുന്നു എന്നതാണ് ഈ കവിതയിലൂടെ നാം മനസ്സിലാക്കുന്നത്. അടുത്ത കവിത മനുഷ്യന്റെ പരിമിതി എന്ന ഒരു സത്യത്തെയാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത്. ചിപ്പിയുടെ ചെപ്പ് പോലൊരു കണ്ണിൽ തെളിയുന്നതത്രേ വർണ്ണരാജികൾ, മണ്ണും വിണ്ണും മാലോകരും കാഴ്ചകളെത്ര ചേതോഹരം, തിരതല്ലിയലറുന്ന കടലും തങ്കക്കിനാക്കൾക്ക് പൊന്തൂവൽ തുന്നി കഥ പറഞ്ഞിരിക്കും, ഇണകളും തുണകളും അവരുടെ മഴവില്ല് പൂക്കുന്ന മേഘവും മാനവും, യുഗയുഗാന്തരങ്ങളായി കേൾക്കുന്ന പാട്ടും പയക്കവും, പതിഞ്ഞ കിനാക്കളുണരും തീരവും, കടൽ കാഴ്ചകളും പതിയുമീ കണ്ണുകൾ മഹാവിസ്മയങ്ങൾ എന്ന ഒരു ലോകത്തിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിലൂടെ കടന്നു വന്നിട്ട് അത് മനുഷ്യനിലേക്ക് എത്തുമ്പം മനുഷ്യൻ ചെറുതാവുന്ന ഒരു ദുരവസ്ഥ കൂടി കവി നമ്മളെ ഉണർത്തുന്നു. ഒട്ടേറെ പരിമിതി കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നിറഞ്ഞു കവിഞ്ഞ പ്രപഞ്ചത്തെ കണ്ട് തൻ്റെ പരിമിതിയെ അതിജീവിക്കുകയാണ്. ഇതൊരു ദൈവവിശ്വാസിയുടെ പ്രബോധനത്തിൻ്റെ കവിത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രപഞ്ചത്തിൻ്റെ സർവ്വ ചരാചരങ്ങളെക്കുറിച്ചും സൗന്ദര്യബിംബങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇതിലൊന്നും അഭിരമിക്കുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യൻ ഇതിനൊന്നും പുതിയ വെളിച്ചം ഉൾക്കൊള്ളുന്നില്ല എന്ന ഒരു പരിദേവനം കൂടി കവിയുടെ പ്രതിപാദിക്കുകയാണ്. അടുത്തത് മിന്നാമിനുങ്ങ് എന്നൊരു കവിതയാണ്. കൺകളിലെ പ്രകാശകിരണങ്ങൾ മിന്നാമിനുങ്ങുകളായി പറന്നകലുമ്പോൾ ആത്മാവ് പിടയുന്നത് ഞാൻ അറിഞ്ഞു. കനിഞ്ഞു നൽകപ്പെട്ട എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ചിലത് തിരിച്ചെടുക്കപ്പെടുമ്പോൾ പരിഭവിക്കാൻ പോലും അവകാശമില്ലെന്ന തിരിച്ചറിവിൽ മിഴിയടച്ചു പ്രാർത്ഥിച്ചു എന്നൊരു ഇവിടെയും ഒരു നിസ്സഹായതയുടെ നേർത്ത നമ്പരം നമുക്ക് അനുഭവപ്പെടാം. മാനവരാശിക്ക് ഈ കവിതയുടെ മറ്റൊരു വിശദാംശം, മാനവരാശിക്ക് മാതൃകയായ ചരിത്ര സന്ധിയിലാണ് കവിയുടെ അകതാരി നിറയെ മിന്നാമിനുങ്ങ് ഒരു ആത്മദർപ്പണമായി മാറുന്നു. സത്യവിശ്വാസിയെ മൂടുന്ന അന്ധകാരത്തിനു പോലും ആന്തരികമായ പ്രകാശധാരയാൽ ഉണ്മ തിരികെ നൽകുന്ന ഒരനുഭൂതിയാണ് മിന്നാമിനുങ്ങ് എന്ന കവിത നിറയെ നമ്മൾ ബഹിസ്ഫുരവിക്കുന്നത്. അങ്ങനെയാണ് മിന്നാമിനുങ്ങിൻ്റെ ഈ വെട്ടത്തെക്കുറിച്ച് കവി വിഭാവനം കൊള്ളുന്നതും ഈ ഒരർത്ഥത്തിലാണ്. ഈ കാവ്യസമാഹാരത്തിലെ 23ാമത്തെ കവിതയാണ് ദൂരം. എല്ലാം നമുക്ക് പറയാൻ പരിമിതികളുണ്ടെങ്കിൽ തന്നെ ചില കവിതകൾ നമുക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ചരൽക്കല്ലിൽ നിന്നും വെള്ളാരംകല്ലിലേക്കുള്ള ദൂരമാണ് അനുഭവം. വെള്ളാരംകല്ലിൽ നിന്നും മാണിക്യക്കല്ലിലേക്കുള്ള ദൂരമാണ് ധ്യാനം. മാണിക്യക്കല്ലിൽ നിന്നും കറുത്ത കല്ലിലേക്കുള്ള ദൂരമാണ് സൗഭാഗ്യം. ഒരു തുള്ളിയിൽ നിന്നും കരുണാവാരിധിയിലേക്കുള്ള ദൂരമാണ് ജീവിതം. അപ്പം ജീവിതത്തെക്കുറിച്ച് കവി പറഞ്ഞു വെക്കുന്ന ഒരു ഡെഫിനിഷൻ, ഒരു വിശദാംശമാണ്
നമ്മുടെ ഈ കവിതയെ പ്രസക്തമാക്കുന്നത്. കല്ലുകളുടെ പരിണാമദശകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് ഒടുവിലെത്തുമ്പോൾ ഒരു തുള്ളിയിൽ നിന്നും കരുണാവാരിധിയിലേക്കുള്ള ദൂരമാണ് ജീവിതം എന്ന് അർദ്ധോക്തിയിൽ കവി നിർത്തുമ്പോൾ നാം ശീലിച്ചു വന്ന ദൂരപരിധിയെക്കുറിച്ചുള്ള സങ്കല്പം എത്ര സാർത്ഥകമായിട്ടാണ് നമ്മുടെ മനുഷ്യജീവിതവുമായിട്ട് കവി ഇണക്കി ചേർക്കുന്നത് എന്നൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ കവിത പകർന്നു തരുന്നത്. അടുത്ത കവിത വിളവെടുപ്പ്. വെറുപ്പും വിദ്വേഷവും പടർത്തി പൂവിട്ട് ഇതാ വിളവെടുപ്പ് കാലമായി, ഇനി വിളയുടെ ദോഷം പറയുന്നതിലെന്തർത്ഥം. ഇത് വലിയൊരു സമകാലിക മനുഷ്യ മനസ്സിലേക്കുള്ള ഒരു വലിയ ചിന്തയുടെ ഒരു സ്പാർക്കിംഗ് ആണ് കവി അവിടെ നൽകുന്നത്. വെറുപ്പും വിദ്വേഷവും നട്ടുവളർത്തി എന്നാണ് അവതാരം. ഒരു കാർഷിക കാലത്തെക്കുറിച്ച് കവി കിന്നലാവുക എന്നത് സ്വാഭാവികമാണ്. മണ്ണു ഉഴുതുമറിച്ച് പാകപ്പെടുത്തി വിത്തെറിഞ്ഞതൊക്കെയും പാഴ്മുളകളായി വളർന്ന് വിഷം തീണ്ടുന്ന മുൾച്ചെളികളായി വളരുന്നൊരവസ്ഥ. അങ്ങനെയാണ് ഈ കവിതയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. വിളവെടുപ്പിന് പോകുമ്പോൾ എല്ലാം വിഷച്ചെടികളും മുൾച്ചെടികളുമായി പരിണമിക്കുന്ന ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ച് ആണ് കവിയുടെ വിലാപം. ഇനി പുതിയ നാമ്പുകളുടെ വിത്തെറിയാനായി പുതിയ യുഗധീരരെ സ്വപ്നം കാണുവാനും ആണ് കവി ശ്രമിക്കുന്നത്. പുതിയ വിളവെടുപ്പിന്, പുതിയ ജനതയുടെ കടന്നുവരവിലേക്ക് നമ്മുടെ വയലുകളൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു സ്വപ്നമാണ് കവി കാണുന്നത്. ഈ കവിതയുടെ അവസാനം അങ്ങനെയാണ്. ഒരു പുതിയ വിളവെടുപ്പിനും അതിൻ്റെ ധീരരായ കാർഷിക പടയാളികൾ പുതിയ ഒരു ജനതയുമാണെന്ന ഒരു സ്വപ്നം, ഒരു വിദൂര സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാം, അല്ലെങ്കിൽ എന്തോ ആവാം. എന്തായാലും കവിക്ക് ഇവിടെ ശുഭപ്രതീക്ഷയുണ്ട്. വായനക്കാരെന്ന അർത്ഥത്തിൽ നാം കവിയോട് സമരസപ്പെടുക എന്ന ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. അടുത്തത് ഇതിലെ കവിത എന്ന് പറഞ്ഞാൽ ചിന്തകൾക്ക് ചിറക് തുന്നാം. തനിച്ചാകുമ്പോൾ ഒരു ജലഗണം, ഒരുമിച്ചൊഴുകുമ്പോൾ ഒരു നദിയാകും, സംഗമിക്കുമ്പോൾ മഹാസാഗരമാകും. തനിച്ചാകുമ്പോൾ ഒരു പരുത്തി നൂൽ മാത്രം, ഇഴയടിപ്പിച്ച് നൂൽക്കപ്പെടുമ്പോൾ ഒരു പുതപ്പായി മാറുന്നു. തനിച്ചാകുമ്പോൾ ഒരു പേജ് മാത്രം, ഒരുമിക്കുമ്പോൾ ഒരു പുസ്തകമാകുന്നു. തനിച്ചാകുമ്പോൾ ഒരു ചോദ്യരൂപം മാത്രം, ഒരുമിക്കുമ്പോൾ ഉത്തരമായി മാറുന്നു. തനിച്ചാകുമ്പോൾ ഒരു കല്ല് മാത്രം, ഒരുമിക്കുമ്പോൾ ഒരു കെട്ടിടമാകുന്നു. തനിച്ചാകുമ്പോൾ ഒരു അർത്ഥന മാത്രം, ഒരുമിക്കുമ്പോൾ ഒരു സമർപ്പണ സംഗമമാകുന്നു. ഇത് വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ്. മനുഷ്യൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണിത്. കൂട്ടായ്മ വലിയ ശക്തി പകരുന്നുകൊണ്ടും മനുഷ്യനെ നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിലേക്കൊക്കെ ആ കവിത ഉയർത്തുന്നുണ്ട്. മനുഷ്യൻ ഏകനായി ജനിക്കുകയും അവൻ വളരെ കൂട്ടായ്മയിലുള്ള ശക്തിയും ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധ മാറ്റങ്ങൾക്കും നിദാനമാകുന്നതൊക്കെയാണ് ഈ കവിയുടെ വലിയ വിദൂരമായ ഒരു ഭാവനയും സ്വപ്നവുമാണത്. ഇപ്പോൾ പൂന്താനം തന്നെ പാടിയിട്ടുണ്ട്, കുടിയെല്ലാം പിറക്കുന്ന നേരത്ത് കുടിയെല്ലാം മരിക്കുന്ന. അതെ, ഇടയ്ക്കെന്തിനീ വൃഥ, വിദ്വേഷം, ശത്രുത എന്നൊക്കെ പറയുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ്. നാം എന്തിൻ്റെയൊക്കെ പേരിലാണ് നാം അകന്നു പോകുന്നത്? അതൊക്കെ വീണ്ടും വീണ്ടും പറയാനാകും. പക്ഷേ മനുഷ്യൻ അകന്നു പോകുന്നു എന്നത്. അപ്പം ഈ കവികളും കലാകാരന്മാരാണ് മനുഷ്യനെ ചേർത്ത് വെക്കുന്നതും ആ ശക്തിയെ തിരിച്ചറിയുന്നതും ചെയ്യുന്നു ഈ കവിത. തനിച്ചാകുമ്പോൾ ജലഗണം, ഒരുമിച്ചൊഴുകുമ്പോൾ നദിയാകും. അതൊക്കെ വലിയൊരു പ്രയോഗമാണ്. മനുഷ്യവൽക്കരണത്തിൻ്റെ ആഹ്വാന മൊഴിവചനങ്ങൾ ഇങ്ങനെയാണ്. മനുഷ്യൻ ഒന്നിച്ചു ചേരുമ്പോൾ അത് സംഭവബഹുലമായ അത്ഭുതങ്ങളായി മാറുന്നു. പരസ്പര പൂരകമായ ഒരു പ്രപഞ്ച സത്യം പോലെയാണ് ഈ കവിത വായനക്കാരോട് സംവദിക്കുന്നത്. ഒരു പേജ് മാത്രം ഒരുമിക്കുമ്പോൾ ഒരു പുസ്തകമാകുന്നു, ഒരു കല്ല് മാത്രം ഒരുമിക്കുമ്പോൾ ഒരു കെട്ടിടമാകുന്നു. ഇങ്ങനെ വാക്കുകളുടെ നാനാർത്ഥങ്ങളുടെ വചനവർഷിണികളായി കവിത മറ്റൊരു ഉണർത്തുപാട്ടായി മനുഷ്യനെ എപ്പോഴും നൊമ്പരപ്പെടുത്തി, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തി, അല്ലെങ്കിൽ അശാന്തനാക്കിക്കൊണ്ടിരിക്കുന്നു ഈ വരികൾ എന്നതാണ് ഈ കവിതയുടെ വലിയൊരു സർഗസന്ദേശം. അടുത്തത് അലിഫ് ഒരക്ഷരമല്ല എന്നൊരു കവിതയാണ്. അലിഫ് ലാം മീം. അലിഫ് ഒരക്ഷരമല്ല, പ്രകാശ നിർജ്ജരിയുടെ അണയാത്ത നെയ്ത്തിരി. ലാം ഒരക്ഷരമല്ല, ആദർശ സാക്ഷ്യത്തിൻ്റെ അടങ്ങാത്ത പടധ്വനി. മീം ഒരക്ഷരമല്ല, വഴികാട്ടിയുടെ നാദ ബ്രഹ്മ സ്വരജതി. അറിവിൻ്റെ ലോകത്തെ ആശയകിരണങ്ങളെ ഗർഭം ചുമക്കുന്ന അക്ഷരങ്ങൾ. ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ആ കവിത പുരോഗമിച്ചു വരുന്നത്. അപ്പോൾ ഒരക്ഷരം എങ്ങനെ ഒരു ആശയമാവുന്നു, ഒരു ദർശനമാകുന്നു എന്നതിൻ്റെ ഒരു വലിയ ഒരു മാജിക്കൽ ടെക്നിക്കാണ് അദ്ദേഹം ഇവിടെ കവി. കാരണം അലിഫ് ഒരക്ഷരം, അലിഫ് നമുക്ക് ഒരു ഇപ്പം മലയാളത്തിലെ ആ, അങ്ങനെ ഓരോ ഭാഷയിലും ആദ്യാക്ഷരങ്ങളുണ്ട്. അറബി ഭാഷയിലെ ആദ്യാക്ഷരമായ അലിഫ് അതൊരക്ഷരം എന്നതിന് മാറിയിട്ട് അതൊരു വലിയ ആശയത്തിലേക്കും ആശയവിപ്ലവത്തിലേക്കും ആശയധ്വനിയിലേക്കും മാറുന്നു. മീം, ലാം എന്നതൊക്കെ വലിയ വലിയ ദാർശനിക സന്ദേശത്തെ ഉൾക്കൊള്ളുന്ന പദാവലികളായി മാറുന്നു. പദങ്ങൾ പലപ്പോഴും പദങ്ങളല്ല, പദങ്ങൾ ആവാഹിക്കുന്ന മഹത്തായ ചിന്തകളെയും മഹത്തായ ദർശനത്തെയുമാണ് ഇവിടെ കവി വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. അക്ഷരങ്ങൾ ആവാഹിക്കുന്ന ഒരു ജ്ഞാനപ്രകാശമുണ്ട്. ആ പ്രകാശത്തിലേക്കാണ് ഈ ഓരോ അക്ഷരങ്ങളും മിഴി തുറക്കുന്നത്. അക്ഷരങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ ചാനിച്ചു നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാവുന്നു.
മനുഷ്യനേക്കാൾ ഉയരത്തിൽ അക്ഷരങ്ങൾ നിലകൊള്ളുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. നമുക്കറിയാം, മനുഷ്യനെ എല്ലാം തളർന്നിരിക്കുന്ന മനുഷ്യന് ശാന്തിവചനം, ഒരു സാന്ത്വന മന്ത്രമായിരിക്കും അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം ഭാഷക്കും അക്ഷരത്തിനും തന്നെയാണ് ജീവൻ നൽകാനുള്ള ഒരു ശക്തി കിട്ടുന്നതും. അക്ഷരശുദ്ധിയിലൂടെ മാത്രമേ ഏതൊരു ജനതക്കും തങ്ങളുടെ ആത്മപ്രകാശനത്തിലേക്ക് നടന്നെത്താനും അണയാനും കഴിയൂ എന്നൊരു സന്ദേശം, വലിയൊരു സന്ദേശമാണ് കവി അലിഫ് ഒരക്ഷരമല്ല എന്ന കവിതയിലൂടെ ധ്വനിപ്പിക്കുന്നത്. നോഹയുടെ പെട്ടകം എന്നൊരു കവിതയിലേക്കാണ് നാം എത്തുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ 54 കവിതയിലെ 41ാമത്തെ ഒരു കവിതയാണ്. മാനവ കുലത്തിനുള്ളറകളിലെ കാർമേഘങ്ങളെ പെയ്തിറക്കാൻ അഹോരാത്രം വീശിയടിച്ചൊരു കാറ്റുപോൽ പ്രഭാതക നൊമ്പതിലേറെ ശതകമീ ഭൂമിയിൽ തുറന്നിട്ട ഹൃദയാന്തരങ്ങളിൽ മാത്രമേ തഞ്ചമായതുള്ളൂ. കരിമുകിലുകളെ മാറ്റിടാൻ കിന്നനായി ഭാവുകൻ പ്രാർത്ഥിച്ചു നിത്യവും ഭിന്ന വൃത്തങ്ങളെ ചൊല്ലി രക്ഷകനോട്. നോഹയുടെ പെട്ടകം എന്ന ഈ കവിത ഒരു പരിണാമമാണ്. ഈ കവിത മുഴുവൻ നാം വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു കമൻറ്റ് പറയാനാകുക. കവിത ഒരു വലിയ പരിണാമമാണ്, മനുഷ്യൻ്റെ മറുപുറം കാണിക്കുന്ന പരിണാമദശ. നോഹയുടെ പെട്ടകം എഴുതി അവസാനിക്കുമ്പോൾ ഈ പരിണാമത്തിന് കവി കൂടി വിധേയനാകുന്നു. കവി അസീസ് മഞ്ഞിയിൽ അപ്പോഴേക്കും ഏറെ ദൂരം സഞ്ചരിച്ച ഒരു അവധൂത യാത്രികനായി മാറുന്ന ഒരു അത്ഭുതം കൂടി ഇവിടെ സംഭവിക്കുകയാണ്. കവി കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളുടെ കാർക്കശ്യവും അതിൻ്റെ സങ്കീർണതയിലൂടെയും എഴുതി അദ്ദേഹം എത്തുന്ന ഒരു പ്രശാന്തിയുടെ തലമുണ്ട്. അതോരോ കവിയുടെയും രചന വഴിയിലെ ഒരു സൗഭാഗ്യമാണ്. നോഹയുടെ പെട്ടകം എന്ന കവിതയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കമൻ്റാണ് എനിക്ക് ആ കവിത വായിച്ചപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ കാവ്യസമാഹാരത്തിലെ 50ാമത്തെ കവിതയിലേക്ക് നാം എത്തുകയാണ്. എൻ്റെ മാണിക്യച്ചെപ്പ് എന്നതാണ് ഈ കവിതയുടെ ശീർഷകം. കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന നേരത്ത് കണ്ടുകിട്ടി മാണിക്യക്കല്ലൻ്റെ ചെപ്പിൽ നിന്നും എന്തൊരാവേശമുള്ളതിൻ പൂത്തൊലയും ഹൃത്തമെത്രയോ വട്ടം ദൈവസ്മരണ പുതുക്കുന്നു. അറിഞ്ഞിന്നൽ കയ്യിലെ ചെപ്പിനകത്തായിത്ര അത്ഭുതമേറും മുത്ത് മണിയായിരുന്നെന്ന് പറഞ്ഞില്ലാരും ചെപ്പിനകത്തെ കഥയൊന്നും. അറിഞ്ഞതെല്ലാം ചെപ്പ് സൂക്ഷിപ്പിൻ വിധി മാത്രം. എത്ര വട്ടം ഇരുട്ടിൽ വീണു ഞാൻ നിലംപൊത്തി, എത്ര വട്ടം വഴിയറിയാതെ ഗതിമുട്ടി എന്ന ഒരു മനുഷ്യാവസ്ഥയുടെ പരിണിത ഫലമാണ് എൻ്റെ മാണിക്യച്ചെപ്പ്. നമ്മുടെ കൈവശമുള്ള വാല്യൂ നമുക്ക് തിരിച്ചറിയാതെ പോകുന്ന ഒരു ദുരവസ്ഥ കൂടി മാനവരാശിക്കുണ്ടെന്ന് അദ്ദേഹം ഇവിടെ ധ്വനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അപ്പോസ്തലനായി മോക്ഷപ്രാപ്തനാകേണ്ട മനുഷ്യൻ പൂർണ്ണ വളർച്ചയെത്താതെ മണ്ണടിയുമ്പോഴാണ് ഓരോ ആത്മാവും തിരിച്ചറിയുന്നത് പാഴാക്കി കളഞ്ഞത് എത്ര അമൂല്യമായ പ്രകാശവർഷങ്ങളാണ്. മനുഷ്യവിധിക്ക് മനോഹരമായൊരു അടിക്കുറിപ്പ് ചേർത്തുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. ഇതുപോലെ പറയാൻ ബാക്കി വെച്ച ഒരുപാട് വികാര വിസ്ഫോടനങ്ങളുടെ പാടിത്തീർക്കാനാവാത്ത കവിതയാണ് അസീസ് മഞ്ഞയിലിൻ്റെ കവിജീവിതം. അങ്ങനെ 54ഓളം കവിതകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ഉൾച്ചേർന്ന എല്ലാ കവിതയും വ്യത്യസ്തമായ സ്ഥലകാല പരിപ്രേക്ഷ്യത്തിലാണ് വായനക്കാരനോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും. അസീസ് മഞ്ഞയിൽ കവിതകളുടെ നീണ്ട കായലിൽ നിന്നും കായൽപ്പരപ്പിൽ നിന്നും കൈക്കുടന്ന നിറയെ കോരിയെടുത്ത കവിതയുടെ വെള്ളാമ്പലുകളെക്കുറിച്ചുകൊണ്ടാണ് ഈ പ്രതികരണങ്ങളൊക്കെയും റേഡിയോ ലൈബ്രറിയിലെ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. അദ്ദേഹം വ്യത്യസ്തമായ കാലങ്ങളിൽ എഴുതിയ ഈ കവിതകളൊക്കെയും തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മൗലിക വീക്ഷണവും വൈകാരിക ഭാവ പ്രകടനാത്മകവുമായ രചനകളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഉഷ്ണതാപവാഹിനിയിൽ പ്രവാസി സ്വയം സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചതുപോലെ തൻ്റെയും താൻ ഉൾക്കൊള്ളുന്ന കാലവും സമൂഹവും ശുദ്ധീകരിക്കണമെന്ന് അദ്ദേഹം തീവ്രമായി ആഗ്രഹിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ ഗണിതശാസ്ത്രം എല്ലാ കണക്കുകൾക്കും അനേഷമാരിക്കും അപ്പുറത്താണെന്ന് വളരെ വൈകി വേദനയോടെ കവി തിരിച്ചറിയുമ്പോൾ അവസാനത്തെ ശാന്തിമന്ത്രം അയാൾക്ക് കവിത മാത്രമായി തീരുന്നു. ഭൂമിയിലെ ഉത്തമ സമൂഹമെന്ന പ്രവാചക സ്വപ്നം കവിതയിലൂടെ സാധ്യമാക്കുകയാണ് അസീസ് മഞ്ഞയിൽ എന്ന മനുഷ്യസ്നേഹിയും പ്രവാസിയുമായ കവി. തീർച്ചയായിട്ടും ഇതിലെ കവിതകൾക്കൊപ്പം ഗാനങ്ങളുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. തിരഞ്ഞെടുത്ത 7 ഗാനങ്ങൾ കൂടിയുണ്ട്. മധ്ഹോലി, ശാന്തി തീരം, സാന്ത്വനമേകുന്ന തീരമില്ലെങ്കിൽ, ആഴക്കടലിലെ ചിപ്പിയാണ് ഞാൻ, അങ്ങനെ തുടങ്ങുന്ന 7ഓളം ഗാനങ്ങളുണ്ട്. ഈ ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആശയം ഞാൻ പറഞ്ഞ പോലെ കവി എന്ന നിലയിലുള്ള മനുഷ്യപക്ഷത്തു നിന്നും പീഡിത പക്ഷത്തു നിന്നും പിന്നെ അദ്ദേഹം എഴുതുകയും അവർക്ക് വേണ്ടി കവിതയിലൂടെ സാന്ത്വനം അർപ്പിക്കുകയും ചെയ്യുന്ന അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. അതാണ് ഇതിൽ മൗലികമായ വീക്ഷണമുണ്ട്. ഈ അദ്ദേഹം പ്രവാസിയാവുന്നതോടെ ലോകത്തിലേക്ക് കണ്ണു തുറന്നു വെക്കുന്നൊരു കവിയാണത്. മനുഷ്യനെ എവിടെയൊക്കെ കാലിടുമ്പോഴും അദ്ദേഹം അത് തൻ്റെ വേദവാക്യമായിട്ടും വിശുദ്ധ ഖുർആനിലെ വചനങ്ങളായിട്ടും താൻ പഠിച്ചു വെച്ച നീതിശാസ്ത്രമായിട്ടൊക്കെ അദ്ദേഹം കവിതയിലൂടെ അത് പ്രതിപാദിക്കുന്നുണ്ട്.
അപ്പോൾ അത് അദ്ദേഹം തന്നെ പറയാറുണ്ട്, അമ്മ അതിൻ്റെ വലിയൊരു ശക്തിയാണെന്ന്. അതുകൊണ്ടാണ് തുടക്കത്തിൽ നാം അമ്മയുടെ മാതൃബിംബത്തെക്കുറിച്ചും പറഞ്ഞത്. നമുക്ക് ഓരോ കവികളെക്കുറിച്ചും പാരമ്പര്യങ്ങൾ നമുക്കറിയാം. വയലാറൊക്കെ എഴുതിയിട്ടുണ്ട്, അമ്മയല്ലാത്തൊരു ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു പാരമ്പര്യമാണ് മലയാളിക്ക് ഉള്ളത്. അപ്പം അസീസും ആ വഴി തിരഞ്ഞെടുത്തത് നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പം കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ അമ്മയുടെ ദശിമാല ജപമാലയുമായി നിൽക്കുന്ന അമ്മയുടെ തിരുവസ്ത്രത്തിലേക്കും തിരുമടിത്തടത്തിലേക്കും മയങ്ങുന്ന ഒരു കുട്ടിക്കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അമ്മയുടെ മടിത്തടിൽ അമ്മ മുടിയിൽ വിരലോടിക്കുകയും അത്തരം ഈ സ്നേഹസ്പർശനങ്ങളിലൂടെ ഒരു കവി വളരുകയായിരുന്നു, സ്നേഹസാന്ത്വനങ്ങളിലൂടെ. അതാണ് അദ്ദേഹത്തിൻ്റെ കവിത മുഴുവൻ മനുഷ്യനുള്ള നിലവിളിക്കുന്ന മനുഷ്യനുള്ള ഒരു ശാന്തിസ്വരമായിട്ട് ഈ ഗാനങ്ങളും കവിതകളൊക്കെ മാറാനുള്ള കാരണം. ഇപ്പോൾ സച്ചിദാനന്ദ മാഷിക്ക് തന്നെ അദ്ദേഹം അമ്മയെക്കുറിച്ച് എഴുതുന്ന ഒരു ഗാനം മനോഹരമായി അവിടെ അക്കാഡമി ഹാളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ ചൊല്ലി കേട്ടപ്പോൾ തന്നെ വളരെ വളരെ ഹൃദ്യമായിരുന്നത് അതിലെ വരികളും. അതൊക്കെ ആത്മാവ് ഉണരുന്ന് പാടുകയാണ്. അതിലെ പദാവലികളും ബിംബങ്ങളും ഒക്കെ എങ്ങനെ ഒരാൾക്ക് സാധ്യമാവുന്നതെന്ന് ഒരുപക്ഷെ അസീസ് മഞ്ഞിൽ തന്നെ അത്ഭുതപ്പെട്ടിരിക്കാം, എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയെന്ന്. അതൊക്കെ മനസ്സിൻ്റെ ചില മാന്ത്രികമായ ചില ഇടപെടലുകൾ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒരു കവിത സംഭവിക്കുകയാണ് പലപ്പോഴും. അത്രയും നമ്മളെ മനസ്സ് തപിക്കുമ്പോൾ ഒരു കവിത പിറന്നു വീഴുകയാണ് എന്നതാണ് നമ്മളെഴുതൽ. ബോധപൂർവ്വം നമുക്ക് ഇത്രയും മനോഹരമായ കവിത എഴുതാൻ പറ്റിയില്ലെങ്കിൽ തന്നെ മനസ്സ് കാവ്യധാനത്തിലൂടെ കവിതകൾ പലപ്പോഴും അത്ഭുതമായി നമ്മളെ പിടിവിട്ട് കുതറി ആകാശത്തേക്ക് ഉയരുന്ന ഒരവസ്ഥ കൂടി നമുക്ക് അബ്ദുൾ അസീസ് മഞ്ഞയിലിൻ്റെ ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, അനുഭവപ്പെടുന്നു. തീർച്ചയായിട്ടും. ഇന്നലെ ഒരുപാട് നന്ദി MT നിലമ്പൂർ, ഇങ്ങനെയൊരു പുസ്തകം, ഇങ്ങനെയൊരു കവിത ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഒരുപാട് നന്ദി. ഏതായാലും എൻ്റെ ഒരു പ്രവാസി സുഹൃത്ത്, ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ഒരു 40 വർഷത്തിന് മുമ്പ് ദോഹയുടെ ഗ്രാമപാതയായിരുന്നു അന്ന് ദോഹ. ഇത്രയും എക്സ്പ്രസ് ഹൈവേകളും ഒളി ക്യാമറകളും ഇൻ്റർസെക്ഷനുകളും റോഡുകൾ പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്ന റോഡ് സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരൊറ്റയടിപ്പാതയിലൂടെ, ഗ്രാമപാതയിലൂടെ ഇവിടെ നിന്ന് ഒന്ന് നീട്ടി വിളിച്ചാൽ, അസീസ് എന്ന് നീട്ടി വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരപരിധിയിലുള്ള ഒരു കൊച്ചു പ്രദേശത്തിലൂടെ ഞങ്ങൾ നടക്കുകയും പലപ്പോഴും ഈ രാജ്യം വളരുന്നതോടൊപ്പം ഞങ്ങൾക്കും വളരാനും വികസിക്കാനുമായി. അപ്പം അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ ഈ കവിതയെ റേഡിയോ ലൈബ്രറിയിൽ, റേഡിയോ മലയാളത്തിൽ എനിക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എൻ്റെ കാലത്തോടു പോലും ഞാൻ നീതി പുലർത്തി എന്നൊരു ബോധ്യം കൂടി എനിക്കുണ്ട്. ഇവിടുത്തെ ഉഷ്ണവും ശൈത്യവും ഏറെ അനുഭവിച്ച ഒരു മിത്രം, ഞങ്ങൾ സൗഹൃദങ്ങൾ, ആ സൗഹൃദം കവിതകളായിട്ടും മാറുന്നു, പേജുകളിലും അക്ഷരങ്ങളിലുമായിട്ട് ഈ വേദനകളും തൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അത് പ്രേക്ഷകരിലേക്കും അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്കും പകരാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥം കൂടി ഞാൻ ഈ അവസരത്തിൽ അനുഭവിക്കുകയാണ്. എല്ലാ റേഡിയോ ലൈബ്രറി ശ്രോതാക്കൾക്കും എൻ്റെ പ്രത്യേകം നന്ദിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രവാസ ലോകത്തെ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ MT നിലമ്പൂരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അബ്ദുൾ അസീസ് മഞ്ഞയിൽ എഴുതിയ മഞ്ഞു തുള്ളികൾ എന്ന പുസ്തകം, അതായത് 54 കവിതകളടങ്ങിയ കവിതാ സമാഹാരമാണ് നമ്മളിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. സാധാരണ കവികളെ പോലെ തന്നെ മറ്റുള്ളവന്റെ വേദന മനസ്സിലാക്കി അതറിഞ്ഞ് കവിതകൾ എഴുതാൻ ശ്രമിക്കുന്ന കവിയെന്ന് തന്നെ, അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ഒരു കവിയെന്ന് തന്നെ നമുക്ക് അബ്ദുൾ അസീസ് മഞ്ഞയിലിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ മഞ്ഞു തുള്ളികൾ എന്ന കവിതാ സമാഹാരം നിങ്ങളും ഉറപ്പായിട്ടും വായിക്കുക, അതിന്റെ അർത്ഥതലങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൂടി തന്നെയാണ് റേഡിയോ ലൈബ്രറിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിലെ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടേണ്ട സമയമായി. അപ്പോൾ രതീഷ് ബബായി പറയുന്നു, അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. സ്റ്റേ ട്യൂൺ.